അങ്ങോട്ട് വരും, നമ്മളെ മേലെ വരൂ. അതാ ഇങ്ങോട്ട് ടോർച്ച, ഇങ്ങോട്ട് ടോർച്ച അങ്ങോട്ട് കയറി വരുമോ? ആന ഇറങ്ങിട്ട് കേട്ടോ. ആന ഓടിക്കാൻ പോകുന്നതാണ് ജയമണിച്ചാട്ടിൻ്റെ അടുത്താണ്. കണ്ട അപ്പം അവിടെ ഏതായാലും ഈ വഴിക്ക് സ്ഥിരം ആന ഇറങ്ങുന്ന വഴിയാണ്. നമുക്കിവിടെ ഇറങ്ങി പോരുന്ന സ്ഥലമൊക്കെ കാണാം. ടോർച്ച് അടിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, അല്ലാതെ ആന ഒച്ചയൊന്നും കേൾപ്പിക്കില്ല. ഓഹോ, മഞ്ഞ് കാരണം ശരിക്കും അറിയില്ല ആന വന്ന് ഇറങ്ങണത്. അല്ലേ? നിങ്ങളാണ് കാവല് കിടക്കുന്നത്? ഞങ്ങളാണ് കാവല്. ഒരു 12:30, 2:45, 3 മണി ആ ടൈമിനാണ് ആന വന്ന് ഇറങ്ങുന്നത്. ഏകദേശം ഒന്ന് മയങ്ങിപ്പോയ കണ്ടത്തിൽ ആന ഇറങ്ങി. ഇപ്പൊ 2 രാത്രി 3 രാത്രി അടുപ്പിച്ച് ഇങ്ങനെ വന്നല്ലേ. പെട്ടെന്ന് ഒന്ന് കണ്ടത്തിലേക്ക് വന്ന് വരാനും പറ്റില്ല, ഓട്ടിച്ചളയും ആന നമ്മള്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വള്ളുവാടി എന്ന് പറയുന്ന പ്രദേശത്ത് ആണ്. കഴിഞ്ഞ കുറച്ച് അധികം എപ്പിസോഡുകൾ നമ്മൾ വള്ളുവാടിനെ കുറിച്ച് നമ്മൾ ചെയ്തിരുന്നു. ഇവിടുത്തെ കാട്ടാനയുടെ പ്രശ്നവും കാട്ടാന വന്ന് നെൽകൃഷി നശിപ്പിക്കുന്നതൊക്കെ, പ്രത്യേകിച്ച് നെല്ല് ഇപ്പോൾ കൊയ്യാറായി നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ കാട്ടാനകൾ നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടാണ് പാർവമ്മയുടെയും പ്രഭാകരൻ ചേട്ടൻ്റെയും ജയമണിച്ചേട്ടൻ്റെയും ഒക്കെ പറമ്പിൽ കാട്ടാന ഇറങ്ങി വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ എപ്പിസോഡുകൾ ചെയ്തല്ലാണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഏതായാലും നമ്മൾ ഒരു 4-5 മാസം മുന്നേ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഒരു AI സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു സെൻസർ നമ്മൾ ആർളം ഫാമിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമ്മളവിടെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ജിഷോയ് കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു. ആ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ ഈ ഒരു വള്ളുവാടി പ്രദേശത്തും സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ഞാനല്ല ചെയ്യുന്നത്, അത് വേറെ ഒരു ആൾക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ നമ്മൾ വഴി വെച്ച് പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവരിപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്ത്തുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം ഇതിന്ന് പല സ്ഥലങ്ങളിലായിട്ട് വള്ളുവാടി, വടക്കനാട് ഭാഗങ്ങളിലൊക്കെ നമ്മളിതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രാത്രി നമ്മൾ ഈ ഒരു പ്രദേശത്ത് ഇവരുടെയൊക്കെ പറമ്പുകളിൽ കൂടെയൊക്കെ നമ്മൾ നിൽക്കാൻ പോവുകയാണ്. രാത്രി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട്. ഒരു പക്ഷേ കാട്ടാന നേരിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സെൻസർ എങ്ങനെയാണ് ആനയെ തുരത്തുന്നതെന്നും അല്ലെങ്കിൽ രാത്രിയിലത്തെ ഇവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ഏതായാലും നമ്മൾ ഈ പകൽ നമ്മൾ ഈ ഒരു സെൻസർ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് അവരെ ഒന്ന് നേരിട്ട് കാണാം. ഏതായാലും നമ്മൾ അങ്ങോട്ട് അവരത് സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അവരിങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ലേറ്റായിപ്പോയി. നമുക്ക് അവരെയൊക്കെ വഴിയെ പരിചയപ്പെടാൻ കേട്ടോ. എന്തായാലും ഈ ഒരു സംവിധാനം വെച്ചിട്ടെങ്കിലും ഇവരുടെ ഈ ഒരു വിളവെടുപ്പ് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം നെല്ല് മൊത്തം തീർന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കാട്ടാന നിരന്തരമായി ഇറങ്ങി നെല്ല് നശിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഒരു സെൻസർ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു പരിഹാരമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇതൊക്കെ നമ്മളന്ന് കണ്ടതാണ്. ഇതൊക്കെ കാട്ടാന നശിപ്പിച്ച സംഭവങ്ങളാണ്. ബാക്കിയുള്ളത് ഇങ്ങനെ പൊടിയാനായിട്ട് നിൽക്കുകയാണ്. അതെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണ് കേട്ടോ. ഈ ഒരു പ്രദേശമൊക്കെ അന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും കേട്ടോ. അന്ന് കാട്ടാന ഇറങ്ങി വെച്ചിട്ട് നെല്ലൊക്കെ നശിപ്പിച്ച ഈ പാടം കംപ്ലീറ്റ് നശിപ്പിച്ചതാണ്. ഇതിലെയാണ് നടന്ന് പോയത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. ഈ സാറിൻ്റെ നേതൃത്വത്തിലാണിത് ചെയ്യുന്നത്. നമുക്കതിൽ ഓരോ വഴിയെ കാണാം. അപ്പോൾ അവിടെ ഏതായാലും ഈ വഴിക്ക് സ്ഥിരം ആന ഇറങ്ങുന്ന വഴിയാണ്. നമുക്കിവിടെ ഇറങ്ങി പോരുന്ന സ്ഥലമൊക്കെ കാണാം. അപ്പോൾ അവിടെ എന്തായാലും ഈ സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നോ, ഈ കാണുന്നതൊക്കെ കാട്ടാന ചവിട്ടിപ്പോയ പാടുകളാട്ടോ. വലിയ കാൽപ്പാടുകൾ തന്നെയാണ്. നമ്മുടെ കാലും ഇതുമായിട്ടൊക്കെ ഒന്ന് നോക്കിക്കേ, ഇത്രയും വലിയ കാൽപ്പാടുകളാണ്. ആന ഈ പറമ്പിൽ കൂടെ ഒക്കെ പോയതാട്ടോ. ഈ വരുന്ന വഴി കൂടെ തന്നെയാണ്. ഇതാണ് പുറത്തെ സൈഡിലൊക്കെ നമുക്കത് കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ ആണ്. ഇതൊക്കെ ആന ചവിട്ടിപ്പോയ പാടുകളാണ്. നിരവധി കാൽപ്പാടുകളാണ് ഇവിടെ കാണുന്നത്. ഒരേ ആന തന്നെയാണ് സ്ഥിരം വരുന്നത്, മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആന. ഇതുണ്ടോ, ഇതൊക്കെ ആന ചവിട്ടി പോയതാട്ടോ.
അപ്പോൾ അന്നത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വള്ളുവാടിയിൽ പ്രഭാരൻ ചേട്ടൻ്റെയും മറ്റ് ആളുകളുടെയൊക്കെ ആ ഒരു പറമ്പ് കാട്ടാന കൃഷി നശിപ്പിച്ച രംഗങ്ങളൊക്കെ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ഭീകരമായ സംഭവം നടന്ന പ്രദേശമാണുള്ളത്. ഏതായാലും നമ്മൾ 5 മാസം മുന്നേ പരിചയപ്പെട്ട ജിഷോ ഇവിടെയുണ്ട്. ജിഷോയാണ് നമ്മുടെ AI സെൻസർ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സംഭവം, ആ ഒരു അലാം സിസ്റ്റം ഒക്കെ കണ്ടുപിടിച്ചതും ഇപ്പോൾ എല്ലായിടത്തും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ജിഷോയ്, ഇപ്പോൾ എല്ലായിടത്തും കേരള മൊത്തമായില്ലേ? ഇപ്പം എങ്ങനെയുണ്ട് ഇതിന്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ? വളരെ നല്ല റെസ്പോൺസ് ആണ്. ഇതുവരെ നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നിട്ടില്ല. കറക്റ്റായിട്ട് ആന പോകുന്നുണ്ടല്ലേ? മറ്റു സ്ഥലത്ത് പിന്നെ വരുന്നില്ല. നല്ല എഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഇതിപ്പോൾ എത്ര സ്ഥലത്തായിരുന്നു ഫിറ്റ് ചെയ്യാൻ പോയിട്ടും? ഇന്ന് 7 സ്ഥലത്താണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ. 7 സ്ഥലത്തല്ലേ? ഈ ഡിവൈസ് ആരാണ് ഇപ്പോൾ ഇവിടെ വെക്കാനായിട്ട് സ്പോൺസർ ചെയ്തത്? ഇവിടെ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിലും പിന്നെ REC റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ആളുകളാണ് സ്പോൺസർ ചെയ്തത്. അത് പോൾ സാറുടെ നേതൃത്വത്തിലാണ് ഇത് നമ്മൾ എല്ലായിടത്തും കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇന്ന് എത്ര സ്ഥലത്ത് വെക്കാൻ വന്നത്? 7 സ്ഥലത്തല്ലേ? ഓക്കെ. ഈ ഭാഗത്ത് ഇവിടെ കഴിഞ്ഞ സ്വർണ്ണങ്ങാണ്ട് വെച്ചിട്ടുണ്ടെന്ന്. അതെ, അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയത്? ഓ, തീർച്ചയായിട്ടും. ഇപ്പോൾ പുതിയ ചെയ്യുന്ന സംഭവമൊക്കെ സോളാർ വെച്ചിട്ടാണ്. അതെ, ഫുൾ സോളാറിൽ കണക്ട് ചെയ്ത് നമുക്ക് ചാർജിങ്ങിന്റെ ഒരു ഇഷ്യൂ നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ഫുൾ ടൈം സോളാറിൽ വർക്ക് ചെയ്തോളൂ. കേരളം വിട്ട് പുറത്തേക്ക് എവിടെയൊക്കെ ചെയ്താ? നമ്മൾ കർണാടക കൂർഗിൽ ചെയ്തു, പിന്നെ തമിഴ്നാട് 1-2 സ്ഥലങ്ങളിൽ ചെയ്തു. ആണല്ലേ? ഇപ്പൊ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. കൂർഗിലൊക്കെ സക്സസ് ആണല്ലേ? കൂർഗിലൊക്കെ ഹെവി സക്സസ് ആണ്. കൂർഗില് ഒരു എസ്റ്റേറ്റിലാണ് ചെയ്തത്. അതിന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ? യെസ്, അവരത് യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് നല്ല അത്യാവശ്യം നല്ല വീഡിയോ ഞാൻ ഇതിന്റെ അത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇതൊക്കെ കൂർഗിലെ സംഭവങ്ങളാണ്. ഇപ്പോൾ ഏതായാലും ജിഷോയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അത് വിവിധ സംഘടനകൾ, റോട്ടറി ക്ലബ്ബും AEC REC റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കൂടി സ്പോൺസർ ചെയ്ത് ഇവിടെ കർഷകരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനായിട്ടുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ കാരണം നമുക്കറിയാം, ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു പാടം ഒക്കെ ആളുകൾ കൃഷി നിർത്താൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ അത് തടയുക എന്നുള്ളത് ഏതൊരു മനുഷ്യരുടെയും ഏതൊരു മലയാളിയുടെയും കർത്തവ്യമാണ്. അപ്പോൾ അത് തടയാനായിട്ടുള്ള അവസാനത്തെ ശ്രമമാണ് നമ്മളിപ്പോൾ ഈ ഒരു മെഷീൻ കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് കമ്പിയിലൊന്നും കറണ്ടില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം നിലയ്ക്ക് ഇതിനൊരു പരിഹാരം കാണാനായിട്ടുള്ള ശ്രമമാണ് വിവിധ സംഘടനകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അവർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ. ഇവിടെ നമ്മളൊരു കണ്ടമാനം കളഞ്ഞ കേട്ടോ വിഷയ്, ഒത്തിരി കളഞ്ഞ. അതെ അതെ അതെ, ഞാൻ വീഡിയോ കണ്ടിരുന്നല്ലോ. മോളിൽ നിന്നൊക്കെ മൊത്തം തീർത്താ, ഇതൊന്നും ഇല്ല, മോളോശം ഇല്ല. അതെ, സത്യം. അതെ, ഒന്നുമില്ല. അയ്യോ, ചുമ്മാ കളഞ്ഞേക്കുന്നേ. ഇതുപോലെ മിക്ക പ്രദേശത്തെയും മോളിൽ നോക്കിയാണല്ലോ അവസ്ഥ തന്നെയാണ്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, അടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. 100 ഏക്കർ ഉണ്ട് ഇത്. 100 ഏക്കർ 25-ലധികം ഏക്കർ തീർത്തു. അയ്യോ, കാൽഭാഗം തീർന്നു. ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം, ഞാൻ ഈ കഴിഞ്ഞ 4-5 ദിവസം മുന്നേ വീഡിയോ എടുത്തത്. അതിന് ശേഷം പിന്നെ ഞാൻ 3 പ്രാവശ്യം വന്നതാണ്. 2 ദിവസമായിട്ട് ഇറങ്ങാത്തുള്ളൂ. ഏത് നിമിഷവും ഇറങ്ങും. ഒരു സ്ഥലത്ത് ഇറങ്ങിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്. മാറി വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ഒരു കമ്പി ഇതിട്ടേക്കുന്നുണ്ടോ, ഈ സാധനം, ഇതൊക്കെയാണ് ഇവരുടെ അതെ 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 അവസാനത്തെ മാർഗങ്ങളൊക്കെയാണ് അവർ. ഇവിടെ ഒരിക്കൽ നമ്മൾ ഡിവൈസ് ഇവിടെ വെച്ച് കെട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് അവർക്ക് അടിച്ചു. എന്നിട്ട് വന്ന് നോക്കിയപ്പോ ആന ഉണ്ടായിരുന്നു. ആന പോയി. അത് വീഡിയോയിൽ കിട്ടിയോ? അത് ആനയുടെ ഭാഗം കിട്ടില്ല. ആന ആ കാട്ടിലായിരുന്നു, ബാക്കിലായിരുന്നു. നമുക്ക് അവിടെ ക്യാമറ, ഇവിടെ ക്യാമറ വെച്ചത്. അത് അടിക്കുന്ന വീഡിയോ പോൾ സാർ എനിക്ക് അയച്ചു. ഞാൻ അതെ, ഇവിടെ നിന്നിട്ട് അതിന്റെ ബാക്കിലായിരുന്നു ആന എന്ന് പറഞ്ഞു. അടിച്ചിരുന്നു. ആന ഇങ്ങോട്ട് ഇറങ്ങുള്ള ആന അതിനെ അവിടെ നിർത്തി. ഇത് മോഷൻ ക്യാമറ വെച്ചിരിക്കുന്നത്, അതായത് മോഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ക്യാമറ ആണെന്ന് തോന്നുന്നു. ഇത് മോഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ക്യാമറ ഇത്. ഏതായാലും എല്ലാം ഉണ്ടല്ലേ. ഇതൊരിക്കൽ അടിച്ചിട്ട് ഡിവൈസ് വെച്ചിരിക്കുന്നതുകൊണ്ട് ആന ഇനി ഇവിടെ ഇതിലെ വരാൻ സാധ്യത കുറവാണ്. മാറ്റി വെക്കാനല്ല, ഇനി വരില്ല. ഇനി ഇത് പക്ഷികളുടെ ഇത് പക്ഷികൾ തൂറി നാശമായിരിക്കും. കഴുകണം. ഇതിന്റെ ഒരു പ്രശ്നം ഫീഡ്ബാക്ക് അല്ലേ, ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണല്ലേ. ഡ്രോബാക്ക് എന്നല്ല, നമ്മൾ കഴുകി കൊടുക്കണം. ഇതൊരു ചെറിയ ലൈറ്റ് വീണ വർക്ക് ചെയ്യുന്ന സാധനം, നമുക്കത് കഴുകാൻ
ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഇത് എന്നാണ് ഈ സിസ്റ്റം ഇവിടെ വെച്ചത്? നമ്മൾ ടാസ്ക് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ഈ സിസ്റ്റം ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആന ഈ വഴിക്കാണ് വന്നത്. നമുക്ക് ഡിവൈസിൽ കിട്ടി. അത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പിള്ളേർ ഡിവൈസിൽ ആന വരുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നിടത്ത് വന്നു. ഇങ്ങോട്ടാ ഇവിടെ വെച്ചല്ലേ? അതെ. അവിടെ കഴിഞ്ഞിട്ട് ആന അതിലങ്ങ് പോയി. പിന്നെ തിരിച്ചു വന്നിട്ടില്ല ആന. പിന്നെ ഈ വഴിക്ക് ആന വന്നിട്ടില്ല. അപ്പോൾ ആനൻ്റെ എൻട്രി പിന്നെ ഇപ്പം മാറി, വേറെ വഴിക്കാണ്. ഇതിപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാമറ ഒന്നും ഷിഫ്റ്റ് ചെയ്ത് വെച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. അപ്പോൾ അതിനാണ് ഞങ്ങൾ വന്നിട്ട് കൂരിയത്. ഇന്ന് മൊത്തം 7 എണ്ണം വെക്കാൻ പോകുന്നല്ലേ? ഇനി നമ്മൾ 7 എണ്ണം ഉണ്ട്. 7 എണ്ണം വെക്കാനുള്ള പരിപാടി. ഭയങ്കര രൂക്ഷമല്ലേ വർഷം? ഇവിടെ ഭയങ്കര രൂക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നെല്ലത് അവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് ആന തമ്പടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പടക്കം പൊട്ടിച്ചിട്ടൊന്നും ആന ഇവിടുന്ന് പോയിട്ടില്ല. പോയിട്ടില്ല. അത് നമുക്ക് ഇവിടുന്ന് കവർ ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഇത് ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നതുകൊണ്ട് അത് കിട്ടിയില്ല. പക്ഷെ അത് മിനിഞ്ഞാന്ന് ഇവിടെ ആന ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ശബ്ദം കിട്ടാത്തോടത്ത് ആന ഇറങ്ങുന്നുണ്ട്. ഒളിച്ചും ഭാഗത്താണ് ആന ഇറങ്ങുന്നത്. രൂക്ഷമായ കാര്യം, ഇവര് ഫോറസ്റ്റിന്റെ ഫെൻസിങ് വളരെ ക്ലിയർ ആയിട്ട് നോക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ ഡ്രോബാക്ക്. അത് നല്ല കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നെല്ല് വിളയാറായി. ഇനി ഒരു മാസം കൊണ്ട് ഫെൻസിങ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലത്തോടെയും എല്ലാ സ്ഥലത്തോടെയും ഇറങ്ങുകയാണ്. സൗകര്യമാണ്. അതാണ് അതിൻ്റെ ഒരു ഭയങ്കര ഡ്രോബാക്കാണ്. അതിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണത്. നല്ല വളരെ സുഖമായിട്ട് നല്ല വെള്ളം, ഒരിക്കലും പറ്റാത്ത ഒരു. അതെ, ഇവിടെ ആനയ്ക്ക് സൗകര്യമല്ലേ? അതുകൊണ്ട് ആനയും മറ്റു മൃഗങ്ങളും ഉണ്ട്. പന്നി, മാന്, പന്നിയുണ്ട്. ഇതെല്ലാം വരുന്നുണ്ട് ഇവിടെ. ഇതൊരു കടവാട്ടോ അത്? ആന ഇറങ്ങി വരുന്ന ഒരു വഴിയാ ഇത്. ഇതിലേയും വരുന്നുണ്ട്. അതിലേ കയറി സൈഡിൽ കൂടെ കയറി വരുന്ന പറഞ്ഞു. സോളാർ സിസ്റ്റം, സോളാർ പാനൽ. നല്ല സുഖമല്ലേ? നല്ല തണുത്ത വെള്ളം. ആനയുടെ ഇതിൻ്റെ ഒരു വലിയ ഡ്രോബാക്ക് ഇത് തന്നെയാണ്. ഈ നമ്മുടെ കൊക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു കണക്ക് പറഞ്ഞാൽ കർഷകരുടെ കാര്യം എല്ലാം മൊത്തത്തിൽ പ്രശ്നമാണ്. പക്ഷികളും മയിലും അണ്ണാന് എല്ലാ സാധനവും അതിനകത്ത് പ്രശ്നം. ആനയാട്ടോ ഒട്ടും സഹിക്കാൻ പറ്റാതെ. ആന ഒരു ദിവസം തീർക്കല്ലേ? ആനയും കുരങ്ങാണ്. കുരങ്ങ് നമുക്ക് ഒരു നിർവാഹമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആന നമുക്ക് ഓടിച്ചാൽ മതി. ഇത് 100 എണ്ണത്തിന് എങ്ങനെ ഓടിക്കാം? ഓരോന്നും ഓരോ തരത്തിലാണ്. ആന നമുക്ക് കമ്പിവേലിട്ട് പ്രതിരോധിക്കാമെന്ന് വെക്കാം. കുരങ്ങിൻ്റെ അടുത്ത് ഒരു പണി നടക്കൂല എന്ന് പറഞ്ഞാൽ ഒരു പണി നടക്കൂല. അതിനെ പിടിച്ച് ഏതെങ്കിലും ഉൾക്കാട്ടി കൊണ്ട് വിടുക എന്നല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. ഒരു കാര്യമില്ല, ഉൾക്കാട്ടി കൊണ്ടിട്ടിട്ട് കാര്യമില്ല. അത് അതിനെ മരത്തെ വരാൻ എത്ര സമയം വേണം? അത് ഈ ഒന്നാമത്തെ കാര്യം, അവിടെ ഉൾക്കാട്ടി കൊണ്ട് വിട്ടാൽ അതിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് തൊട്ടടുത്ത ഗ്രാമത്തിൽ കയറും. അത് വലിയ പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലൊന്നും തിന്നാൻ തീറ്റ ഇല്ലെന്നേ. എല്ലാ തീറ്റ മരങ്ങൾ വെച്ച് പിടിപ്പിക്കില്ല. പഴങ്ങളുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്ന് തിന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവര് റിസ്ക് ഇല്ല, അന്വേഷിച്ച് പോകണ്ട. എപ്പോഴും ഇവിടെ കൃഷി ഉണ്ടാവും, വിളവുണ്ടാവും. ഒന്നല്ലെങ്കിൽ അടുത്തല്ലേ? ഒന്നല്ലെങ്കിൽ അടുത്തത്. നെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ, ചക്ക, എല്ലാ സാധനം കിടക്കല്ലേ. ഇനി ഇത് കഴിയുമ്പോൾ കാപ്പിത്തോട്ടത്തിലേക്ക് ഇറങ്ങും. കാപ്പി പഴുത്തു തുടങ്ങി. ഇത് ചപ്പി ഇടും. എല്ലാവരും വിചാരിക്കും കാപ്പി തന്നെ തൊണ്ടിന് കയ്പാണ്. നല്ല മധുര തന്നെ. അവർക്ക് നല്ല മധുര, നമുക്ക് തിന്നാൻ പറ്റൂല. അവരതൊക്കെ തട്ടും. അവർക്കതൊക്കെ. ഈ രണ്ടാമത്തെ വരവ് വന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നത്, ഈ സൈഡിൽ കൂടെ കയറി വന്നത്. ഞാൻ അന്ന് വീഡിയോയിൽ എടുത്തായിരുന്നു. അതൊരു വലിയ വിഷയമാണ്. എന്നിട്ട് കോംപ്രമൈസ് ഔട്ട്സൈഡ്. തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ഉണ്ട്. ഈ ഭാഗത്ത് എനിക്കാണ് ആന ഇറങ്ങിയെന്നുണ്ട് അവർ പറഞ്ഞത്. ഇവിടെ ഒരു ഡിവൈസ് വെക്കുന്ന ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ് സ്ഥലം. മിനിയാന്നല്ലേ? പൊട്ടിച്ചത് അവിടെയല്ലേ? കമ്പി പൊട്ടിച്ച് പിടിയാ.
ഈ ഒരു ഇവിടെ പൊട്ടിച്ചിട്ടാട്ടോ ഇങ്ങോട്ട് വരിക. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് അവർ പറയുന്നത്. വേണം കെട്ടണം, നല്ല ഹോളുണ്ട് അത് കെട്ടണം. നമ്പറേക്കണോ കേട്ടോ നമ്മൾ ഇവിടെ ഒരു വയലിന്റെ പ്രദേശത്ത് മറ്റൊരു പ്രദേശമാണ് കരിപ്പൂര് എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ്, വടക്കനാട് പ്രദേശം തന്നെയാണ്. അവിടെ ആന കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അടുപ്പിച്ച് വന്നൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ കാവലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ പ്രദേശത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അത് കാണാനായിട്ട് ആ ഒരു പ്രദേശം കണ്ടിട്ട് അവിടെ ഒരു ഡിവൈസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇവിടെ നമുക്ക് ഈ വയലും കാര്യങ്ങളൊക്കെ കാണാം. ആ ഭാഗത്ത് മാത്രമേ ഇപ്പോൾ കൃഷിയുള്ളൂ. ഇവിടെയൊക്കെ ഇതിപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പം തരിശായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് പഴയ വയലുകളുടെ ഒക്കെ ഒരവസ്ഥ. അവിടെയും അതുപോലെ തന്നെ ഈ ഭാഗത്തും 3 സൈഡ് ഫോറസ്റ്റ് ആയിട്ടുള്ള, 3 ചുറ്റും ഫോറസ്റ്റ് ആയിട്ടുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇവർ കാവല് കിടക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ഒരു ഡിവൈസ് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ചേട്ടാ ഇവിടെ ആന സ്ഥിരം വരുന്നുണ്ടല്ലേ? സ്ഥിരം വരുന്നുണ്ട് ആണല്ലേ? അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഡിവൈസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിന്റെ ഇവിടെ ഈ ഡിവൈസ് വെച്ച് കഴിഞ്ഞാലേ ആന ഇവിടെ കറക്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടല്ലേ? ഇവിടെയാണ് അവർ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. മഴയായിപ്പോയി, ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതിൽ നമുക്ക് വീഡിയോ എടുക്കാമായിരുന്നു. ചേട്ടാ, അപ്പൊ ഇതില് രാത്രി ആന വരുന്നത് നിങ്ങൾ എങ്ങനെയാ അറിയാത്? എന്താ ഒച്ച കേൾപ്പിക്കോ? ഒച്ച ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോ ആന കണ്ടത്തിലുണ്ടാവും. ടോർച്ച് അടിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, അല്ലാതെ ആന ഒച്ച ഒന്നും കേൾപ്പിക്കില്ല. ഓഹോ, മഞ്ഞ് കാരണം ശരിക്കും അറിയില്ല ആന വന്ന് ഇറങ്ങണത്. അല്ലേ? നിങ്ങളാണ് കാവല് കിടക്കുന്നത്? ഞങ്ങളാണ് കാവല്. ഓ, അപ്പൊ രാത്രി എങ്ങനെ പകലത്തെ പണി കഴിഞ്ഞിട്ട് നിങ്ങൾ രാത്രി പിന്നെയും കാവലും കിടക്കും? രാത്രി വന്ന് കാവല് ഉറങ്ങിപ്പോകും ഞങ്ങള്. അപ്പൊ ആ ടൈമിലായിരിക്കും ചിലപ്പോ ഉറങ്ങി പോകുന്ന ആ സമയത്ത് ആന കയറും. ഒരു 12:30, 2:45, 3 മണി ആ ടൈമിനാണ് ആന വന്നിറങ്ങുക. അപ്പോഴാണ് അറിയുക. ഏകദേശം ഒന്ന് മയങ്ങിപ്പോയ കണ്ടത്തിൽ ആന അറിയില്ല. പിന്നെയാണ് ഫുള്ളും ഇപ്പൊ 2 രാത്രി 3 രാത്രി അടുപ്പിച്ചിങ്ങനെ വന്നല്ലേ. ഭയങ്കര ഇതാണ്. പെട്ടെന്ന് ഒന്ന് കണ്ടത്തിലേക്ക് വന്ന് വരാനും പറ്റില്ല, ഓട്ടിച്ചളയും ആന നമ്മള്. 2 ആനയാണ് വരുന്നത്. 2 സ്ഥിരമായിട്ട് ഒരു മുട്ടിക്കൊമ്പനും വേറൊരു ചെറുതും അതേ ഇതിലായിട്ടുള്ള ആനയാണ്. അപ്പോൾ ഏതായാലും ആ ഡിവൈസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകട്ടോ. എന്തായാലും സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. ആന ഇറങ്ങാനുള്ള സമയമായി എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതാ ഇവിടെ എത്തിയിരിക്കണം. ഇപ്പോൾ ഇവരിതേ ഈ ഒരു ഷെഡിൻ്റെ അകത്താണ് ഇവർ വന്ന് രാത്രി കാവലിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ എത്ര മണി വരെ ഇരിക്കും ചേട്ടാ? 6 മണി വരെ. ഇങ്ങോട്ട് ആന വരികയല്ലേ? ആണോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങോട്ട് ഓടും? ഓഹോ ഹോ. തൊട്ടടുത്ത് കോളനിയാണ്, കോളനിയിലേക്ക് ഓടിക്കയറും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചതാ, ഓടിക്കയറി കോളനിയിലേക്ക്. ആണല്ലേ? ഇത് പാർവതിയമ്മയുടെ നെൽവയലാണ്. അപ്പോൾ രാത്രി നമ്മൾ ആന വല്ലതും നെൽവയലുണ്ടോ എന്ന് നോക്കാനായിട്ട് വന്ന കേട്ടോ. ഇപ്പം ഇവിടെ ഒന്നും കാണുന്നില്ല. നമ്മൾ പാർവതിയമ്മയുടെ വയലിലൂടെയൊക്കെ പോയി കേട്ടോ. നമ്മളവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അപ്പോൾ അവർ രാത്രി ഇറങ്ങി പോകുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതാണ്. അവർ രാത്രി ഇറങ്ങിപ്പോയി നോക്കാറുണ്ടെന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞു
ഞങ്ങൾ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കേട്ടോ. ഏതായാലും ഇപ്പം നോക്കുമ്പോൾ അവിടെ പ്രശ്നമൊന്നും കാണുന്നില്ല. പക്ഷെ അവിടെ കടൽക്കാരൊന്നും നമുക്ക് കാണുന്നില്ല. ഭയങ്കര റിസ്കി ആയിട്ടുള്ള സ്ഥലത്തോടെ ആട്ടോ നമ്മൾ പോകുന്നത്. രാത്രിക്കൊക്കെ ആരും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ചേട്ടാ കാവല് കിടക്കുന്നയാ? ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും ഇവിടെ കാവല് കിടക്കും. ചേട്ടൻ്റെ പേരെങ്ങനെയാ? അതും കൂടെ ഒന്ന് കാണിച്ചു. അവിടെ നമ്മുടെ സെൻസറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റാണ് കാണുന്നത്. അപ്പോൾ ആന അവിടം വരെ വരുമ്പോൾ അടിക്കും. പക്ഷേ സാധാരണഗതിയിൽ ഇവരിവിടെ ആട്ടോ കാവല് കിടക്കുന്നത്. നേരം വെക്കുന്നവരെ ഉറക്കമില്ല ഇവിടെ കാവല. ഉറങ്ങാൻ പറ്റൂലായിരിക്കും അല്ലേ? ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങി ആന ഇറങ്ങുന്നത് അറിയില്ല. ഈ പടക്കം പൊട്ടിച്ചാൽ അത് പോവോ? ഇനിയും ഓട്ടിച്ചു വിടും. ഒച്ചിട്ട് അല്ലേ? പടക്കം പൊടിച്ച്. ഒറ്റയാനാണെങ്കിലോ? ഒറ്റാനെ തന്നെ. അല്ലേ? ഇന്ന് വന്നിരുന്നു ചേട്ടാ, ആന ഇറങ്ങിയിരുന്നു. ഏറ്റവും അവസാനം എന്നാ ഇറങ്ങിയേ? ഇന്നലെ ഇറങ്ങിയോ? ഇന്നലെ വന്നില്ല. ഈ സാധനം വരുന്നവർ അല്ലെങ്കിൽ എങ്ങനെ അറിയാം? ആ കുപ്പി വെല്ലുമ്പോൾ അറിയാം. അങ്ങോട്ടൊന്ന് ലൈറ്റ് അടിക്കേട്ടാ. ചേട്ടാ അങ്ങോട്ടൊന്ന് ലൈറ്റ് അടിക്ക്. ആന വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കുപ്പി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒച്ച കേട്ടോ ഇവരറിയുന്നത്. ഇപ്പോൾ ഏതായാലും നമ്മളവിടെ ഡിവൈസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അലാറം അടിക്കും. അതിൻ്റെ ആ ലൈറ്റാണ് കാണുന്നത് കേട്ടോ. വളരെ കഷ്ടപ്പെട്ടാണ് ഇവരുടെ നെല്ല് സംരക്ഷിക്കുന്നത് കേട്ടോ. കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു. പിന്നെ ഈ തണുപ്പത്ത് അതെ ഈ തണുപ്പത്ത് ഒരു സ്ത്രീ ഒരു ആളും ഇത്രയും വയസ്സായ ഒരാളുടെ ചേട്ടൻ തന്നെ രാവിലെ വരെ ഉറക്കളച്ചിരിക്കുക? മാറി മാറി ഇരിക്കുമായിരിക്കും അല്ലേ? ഇതിപ്പോ ഉറങ്ങി കഴിഞ്ഞ് ഇപ്പൊ 2 മണി വരെ നല്ല ഉറക്കാം. അത് കഴിഞ്ഞ് ചേട്ടൻ കിടക്കും അങ്ങനെ അല്ലേ? അല്ലാണ്ടിപ്പോ കുടിക്കാനുള്ള വെള്ളം ഉറങ്ങി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചതാ. ഒരു ചെറിയൊരു വീട്, അതെ ടാർപ്പാ ഷീറ്റ് പോലെയൊക്കെ ആക്കിയിട്ട് കമ്പൊക്കെ കെട്ടി വെച്ച് ഇവിടെ ഇരിക്കും കേട്ടോ. വലിയ കഷ്ടപ്പാട് തന്നെ കേട്ടോ. ഭയങ്കര കഷ്ടമാണ്. ഇതാണ് യഥാർത്ഥ ജീവിതങ്ങൾ. അതെ ഈ തണുപ്പ് അടിച്ച് ഇതാണോ ഇവിടെ ഈ തീയും ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അതൊക്കെ സ്വന്തം വാങ്ങിക്കുക അല്ലേ? ഭയങ്കര ചെലവായിരിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചോ? ഞാൻ നേരത്തെ കഴിച്ചു. ആണല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തോണ്ടിരുന്നപ്പോ കണ്ട കേട്ടോ. ചെറിയ പാമ്പ്. ഇതുപോലെ പല ഇഴജന്തുക്കളും ഉള്ള സ്ഥലങ്ങളിലാണ് ഇവര് ഇങ്ങനെ കഷ്ടപ്പെട്ട് കാവല് കിടക്കുന്നത് കേട്ടോ. കർഷകൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് തട്ടിക്കളഞ്ഞു ഞങ്ങളിപ്പോ നോക്കിയപ്പോ കണ്ടാട്ടോ. അല്ലെങ്കിൽ അവരുടെ മേത്തേക്കൊക്കെ കയറിയത്. ഇങ്ങോട്ട് വരും, നമ്മുടെ മേലെ വരുമോ? എടാ ഇങ്ങോട്ട് ടോർച്ച എടാ ഇങ്ങോട്ട് കയറി വരുമോടാ? ഇങ്ങോട്ട് കയറി വരുമോ? ഒന്നേകാലം അടിച്ച് പോയാ ആന ഇറങ്ങിട്ട് കേട്ടോ. ആന ഓടിക്കാൻ പോകുന്നതാണ് ജയമണിച്ചാട്ടിൻ്റെ അടുത്താണ്. ഡിവൈസ് അടിച്ചിരുന്നു.
കണ്ട കണ്ട അവിടെ നീ അടിക്കി ലൈറ്റ് അടിക്കി. ഇയാണെങ്കിൽ തന്നെ നിൽക്കില്ലാന്ന്. ഇത് ഭയങ്കര പതിയുണ്ടോ? ഇതെന്താ അവിടെ നോക്കി ആ സാധനം കറിയുന്നുണ്ട്. ആ സാധനം കറിയുന്നത് അവിടെ പോയി നോക്കി ഞങ്ങൾ നേരത്തെ. അത് ഞാൻ കറിയില്ല. ആ സാധനം കറിഞ്ഞോണ്ടിരിക്കും. മാനൂരിവിടെ കറിയാ സാധനം. അപ്പൊ എന്നിട്ട് ഈ സാധനം ഇവിടെ വന്ന് എത്തി. കല്ലൂരിലില്ല. കല്ലൂർ നേരെ ഇങ്ങോട്ട് വിട്ടു. അവിടെ ഇറങ്ങിയില്ലേ? ഇത് മറിച്ചാ അത് ആ കമ്പിയുടെ മുകളിൽ മറിച്ചിട്ടേക്കുന്നല്ലേ? അവിടെ നിന്ന് മറിച്ചു. അവിടെ നിന്ന് മറിക്കുന്നുണ്ട്. ഇത് മറിക്കുന്ന ഈ ചവിട്ടി ചാർജുള്ള കാൽപ്പാടല്ലേ? കാൽപ്പാട് ഇപ്പൊ മറിച്ചാട്ടോ. ഇങ്ങോട്ട് ഓടിപ്പോയല്ലേ? ആണല്ലേ? നമ്മളെ വന്നപ്പോ തന്നെ എനിക്ക് തോന്നി നമ്മളെ വന്ന് നിൽക്കില്ല സാധനം. ഞങ്ങളെ ടോർച്ചാണ് നിൽക്കില്ല സാധനം. ഇത് ജമണി ചേട്ടന്റെ ഫെൻസ് ഇത് അല്ലേ കറണ്ടല്ലേ ഇത്? അല്ലേ? ഇത് മറ്റേതാ മുട്ടി തന്നെയാ? ഓ ആന വന്നവരുടെ സാധനം കരഞ്ഞല്ലേ? അത് ഭയങ്കര കഷ്ടം. മാന വരുമ്പോൾ കരഞ്ഞു. ഞങ്ങൾ നേരത്തെ നോക്കി അവസ്ഥയിലേക്ക് അടിച്ചു. മാനോന്ന് അറിയും. അത് മാനോന്നാണ് അറിയും. അങ്ങനെ ആന ഇറങ്ങിട്ടോ. ആന ഇറങ്ങുകയും ചെയ്തു. ഡിവൈസ് കരയുകയും ചെയ്തു. ഇത് അടിച്ചില്ല? അലാറം അടിച്ചില്ല ഏട്ടാ? അല്ല അപ്പുറത്തെ ഇവിടെ വെച്ചിട്ടില്ലല്ലോ. അപ്പുറത്തല്ലോ വെച്ച. ഇവിടുന്ന് പോയേ? അത് നോക്കണം. അവിടെ കടന്നത് നോക്കണം. പിന്നെ ഇറങ്ങുന്നുണ്ടോ? ഇനി വരില്ല. ഈ ആന ഒട്ടി വിട്ടില്ല. അപ്പുറം കിടന്ന് അടിക്കുന്നുണ്ടായിരുന്നല്ലേ തന്റെ? രാത്രിത്തെ വള്ളുവാടിയിലെ കാഴ്ചകളാട്ടോ ഇതെല്ലാം. ഉണ്ടോ? അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ? അതിലാ കിടന്നത് അല്ലേ? ഒരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് ലൈവായിട്ട് നമ്മൾ മറ്റേ ഒരു കറണ്ട് കമ്പി ഇവർ കൊടുത്തിരുന്നായിരുന്നു ഫെൻസിങ്. അതല്ല, അത് മൊത്തം നശിപ്പിച്ച്. അത് ആന അതിൻ്റെ പുറത്തോട്ട് കവുങ്ങ് ഒടിച്ചിട്ട് കവുങ്ങ് ഒടിച്ചിട്ടിട്ടാണ് ഇങ്ങോട്ട് ചാടിയട്ടോ. ആന അതിൽ പോയത് എടാ നമ്മളെത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി ഇതായി പോയിട്ടോ. പക്ഷെ ആന കണ്ടു. ക്യാമറയിൽ ഇത്ര ക്ലിയർ ആയില്ല. നീ കണ്ടില്ലടാ? കൊമ്പെങ്ങനെയുണ്ട്? അത് മുട്ടിക്കൊമ്പനാണ്. അതെ, എങ്ങനത്തെ സൈസാ? നീ കണ്ടില്ലേ? മുട്ടിക്കൊമ്പനല്ലേ? ഇതിലാട്ടോ ആന കയറി വന്ന്. ഇതില് വന്ന് അങ്ങനെ വന്നല്ലേ? ഇവിടെ പതുക്കെയാണല്ലോ. ഇവിടെ വലിയ തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. തിരിച്ചു പോയപ്പോ ഓടി. ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ആന പോയില്ല. ഉണ്ടോ? ഞങ്ങൾ ഇച്ചിരി മുന്നേ ഇവിടം വരെ വന്നിട്ട് പോയിന്നേ. ഒരു 10-15-20 മിനിറ്റ് തന്നെ. അപ്പൊ ആരെയും കണ്ടില്ല. ഇവിടെ ഒന്നും വിളിച്ചൊന്നും കാണുന്നില്ല.
ഞങ്ങള് മറ്റേ പാർവതി അമ്മയുടെ അടുത്തൊക്കെ പോയി, പുള്ളിക്കാരുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോ അവിടെ ഒന്നും കണ്ടില്ല, പ്രശ്നമൊന്നും കണ്ടില്ല. ഇതാണ് മറ്റേ ഷൈനികത്തിന്റെ ഒക്കെ സ്ഥലം ആണോ? സിനിമ നടൻ ഷൈനികത്തിന്റെ സ്ഥലത്തേക്ക് കൂടെ ആട്ടോ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെയാണ്, ഇതിലെയാണ് കയറി വന്നേക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടോ, സിനിമ നടൻ അവർക്ക് കൂടെ സ്ഥലം ഉണ്ടോ? അവരെ കൂടെ സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്. ഷൈനികത്തിന്റെ സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കവുങ്ങ് കാണുന്നത് കംപ്ലീറ്റ്. ഇതിന്റെ ഇപ്പുറത്തെ വഴി കൂടെയാണ് കേട്ടോ, അതിലെയാണ് ആന കയറി വന്നത്. അവിടെ ദൂരെ ഫോറസ്റ്റ് ഉണ്ട്. ശരാശരി ഒരു രാത്രിയിലെ വള്ളുവാടി പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ഇതൊക്കെയാണ് അവസ്ഥ ഇതാട്ടോ. അവിടെ ഓടിച്ചിട്ടുണ്ട്. അവിടെ ഓടിച്ചപ്പോഴാണ് ഇത് ഒച്ച കേട്ടില്ല. അത് അവിടെ പൊട്ടിച്ചപ്പോഴാണ് ഒച്ച കേട്ടത്. അവിടെ പൊട്ടിച്ചപ്പോഴാണ് അറിഞ്ഞത് നിങ്ങള്? ഇത് പൊട്ടിച്ചില്ല, ഇത് മറിച്ചല്ല, അറിഞ്ഞില്ല. അവിടെ എവിടെയാ കവുങ്ങ് കളഞ്ഞ്? അന്ന് കാണിച്ചാ അവിടെ കളഞ്ഞാ അവിടെ അത് പൊട്ടിച്ചപ്പോഴാണ് അറിഞ്ഞത്. അറിയില്ല. ഇവിടെ മറിച്ചല്ലേ? ആ ഇതിപ്പോ മറിച്ചല്ലേ? ഓ ഇതൊക്കെ ഓടിച്ചോട്ടോ. ഇത് ഓടിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞില്ല? വിചാരിച്ചപ്പോഴല്ലേ? ആ ഇത് പൊട്ടിച്ച് തിന്നോണ്ടിരിക്കുന്നല്ലേ? ഏത് മറ്റേ അലാറാ? അലാറ അടിച്ചില്ലേ? നല്ല കാര്യമുണ്ട്. അല്ലേ ചേട്ടാ ഉറക്കം പോയില്ലേ? ഇങ്ങോട്ട് നോക്കി, ഉറക്കം പോയില്ലേ? ഓർക്കം പോയി, ഇതുണ്ടല്ലോ പൊട്ടിച്ച് നാച്ചായില്ലേ? ഉറക്കം പോയി, എല്ലാം പോയി. ഞങ്ങളെ ഇവിടെ വരെ വന്നിട്ട് പോയി. ഇപ്പൊ ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞങ്ങൾ സൗണ്ട് കേട്ടപ്പോ ഞങ്ങളെ അടിച്ചത്. അല്ല അവിടുന്ന് തിരിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. അടിച്ചപ്പോഴാണ് നമ്മൾ ഓടി കാണിച്ചിട്ട് അത് 10-15 മിനിറ്റ് ആകുമ്പോഴേ ഇവിടെ മറിച്ചത്. ഞങ്ങൾ അവിടുന്ന് പോയിട്ട് തിരിച്ചു പോയി. മറ്റേ അമ്പലമില്ലേ? അമ്പലത്തിന്റെ അവിടെ പ്രഭാരഞ്ചാന്റെ ആ ജംഗ്ഷന്റെ അവിടെ എത്തിയുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. പിന്നെ അതുപോലെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോഴത്തെ ഒരു കാര്യം മറിച്ചു. രണ്ടാമത് ആ സമയത്ത് നിങ്ങൾ ഏറ്റില്ലായിരുന്നോ? 10 മിനിറ്റ് തന്നെ ഏറ്റില്ലായിരുന്നു ആണല്ലേ? പക്ഷെ അപ്പൊ ടോർച്ചിന്റെ വെളിച്ചൊന്നും കാണുന്നില്ല. ഇതൊന്നും മറിച്ചല്ലോ. മറ്റേ അലാറം കുറെ നേരം അടിച്ചു. അതടിച്ചു ഒച്ചയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ കിടന്ന് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇവിടെ മറിച്ചത്. ഇത് മറിച്ച് എനിക്ക് നിങ്ങളെ വിളിക്കുമ്പോഴേ അത് മറിച്ചു. അല്ലേ? അലാറം അടിച്ച് 5 മിനിറ്റ് കൊണ്ട് ഇവിടെ മറിച്ചു. ഇവിടെ എത്തി. നല്ല കേൾക്കുന്നുണ്ട്. ഇവിടെ വേറെ സൗണ്ട് ഇല്ലല്ലോ അല്ലേ? ജിഷോയെ സിസ്റ്റം വർക്കിംഗ് ആട്ടാ. ഇവനുണ്ട്. എന്ത് അലറാണ്ട സൗണ്ട് കേട്ടോ? നമുക്ക് കേൾക്കുന്നില്ല. അല്ലാന്നാ ഇപ്പൊ അത് നിന്നു. ഇവർക്ക് കേൾക്കാടാ. ഇവര് ഈ നാട്ടിൽ നിൽക്കുന്നവരെ നമുക്ക് മനസ്സിലാവില്ല. ഇവർക്ക് ചെറിയ സൗണ്ടും കേൾക്കും. ഇവരിങ്ങനെ ചെവി ഓർത്തിരിക്കാണല്ലോ. ഉറക്കൊക്കെ കണക്കാല്ലേ രാത്രി? അതന്നെ രാവിലെ തലകറക്കം പോലെ. ആ ഉറങ്ങാതിരുന്നിട്ടല്ലേ? രാവിലെ അടിക്കുമ്പോ ഒരു തലകറക്കം പോലെ. നല്ല അടച്ചുള്ള. അല്ല നിങ്ങളെങ്ങനെ ഈ ഇത് മുട്ടിക്കൊമ്പനല്ല ഇതിന്റെ പുറകെ എങ്ങനെ നിങ്ങൾ ഇറങ്ങി ഓടിയേ? നമ്മൾ ഇത് നശിപ്പിക്കല്ലേ? നോക്ക്, വേറെ നിവൃത്തിയില്ലല്ലേ? അടക്കാനുണ്ടത്. എല്ലാം ഇത് മൊത്തം നിരത്തിക്കളി. ഞാൻ വന്ന അവിടെ ഇറങ്ങി ലൈറ്റ് അടിച്ചപ്പോഴാണ് ജീവൻ പണയം വെച്ചും ഇല്ലേ? കൃഷി നശിപ്പിക്കുമ്പോ നിങ്ങള് നോക്കാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ അല്ലെ? നമുക്ക് കടക്കാണ്ട പൊഴിഞ്ഞുണ്ടോ? അതൊക്കെ കടക്കാം. ഇപ്പൊ അപ്പൊ അപ്പുറത്തുനിന്നുള്ള ഫെൻസിങ് ഇല്ലല്ലേ? ഫോറസ്റ്റിന്റെ ഫെൻസിങ് ഉണ്ട്. അതൊന്നും ആനയ്ക്ക് വിഷയമല്ലല്ലേ? നമ്മുടെ എന്താ പറയാ, നേരത്തെ അപ്പുറത്ത് കൂടെ ആയിരുന്നു കമ്പി ഉണ്ടായിരുന്നു, ആ തോടിന്റെ അക്കരെ കൂടെ. അപ്പൊ അത് മറ്റേ ഇവിടുത്തെ വാച്ചറുണ്ട്, വാച്ചറുടെ സ്ഥലത്ത് കൂടെയാണ് അത് പോകുന്നത്. അപ്പൊ അവിടെ ഒരു കാലില് മാത്രമേ കെട്ടിയുള്ളൂ. അത് നേരെ അങ്ങനെ നേരെ കമ്പി വലിച്ച്
പോകുന്നതാണ്. കറക്റ്റ് ഇപ്പൊ ജവാനി ചേട്ടാ നമ്മളാ വെക്കാത്ത സ്ഥലത്തോടെ തന്നെ കയറി വന്നല്ലേ? അപ്പുറം വെച്ചു അവിടെ അടിച്ചു അല്ലേ? കറക്റ്റ് വെക്കാത്ത സ്ഥലത്തോടെ വെക്കാത്തൊരു ഏരിയ കൂടെ ആട്ടപ്പോ വന്നേക്കണം. വേറെ വഴിക്ക് വരുന്നല്ലേ? നാളെ വരുമോ രാവിലെ നോക്കി നോക്കാം. ഞങ്ങൾ ചേട്ടൻ അയച്ചു വെച്ചോളൂ, കുഴപ്പമില്ല. അവിടെ കമ്പി ഉണ്ടല്ലേ? അവിടെ കമ്പി ഉണ്ടല്ലോ. രാത്രി ഇതിന് ഉറക്കൊന്നുമില്ലേ? ഞണ്ട് ഈ തുള ഉണ്ടാക്കി വെച്ചേക്കുന്ന മൊത്തം അല്ലേ? എടാ നീയല്ല ശരിക്കും കണ്ടത്? ഞാൻ കണ്ടു. അതിന്റെ മുട്ടിക്കൊമ്പനാന്ന് അവര് പറഞ്ഞത്. അതിന്റെ കൊമ്പെങ്ങനെയുണ്ട്? ഇത് കൊമ്പ് ഇങ്ങനെ വന്നിട്ട് പിന്നെ തടിയില്ല, വലിയ കൊമ്പ്, എല്ലാം മുഴുത്ത കൊമ്പാ അല്ലെ? വലിയ കൊമ്പാ. ഇത് നമ്മൾ നേരിട്ട് ഇതുവരെ നമുക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഇവർക്ക് എല്ലാം സൈസ് ഉണ്ട്, വലിയ ആനല്ലേ? താഴോട്ട് വന്നിട്ടുള്ള കൂർത്തോമ്പല്ല, മുട്ടി പോലെ അല്ലേ? തടിയില്ല കൊമ്പാ, മുഴുത്ത കൊമ്പ്. അറ്റം കൂർപ്പല്ല. ഇനി രാവിലെ കേട്ടോ നമ്മളിപ്പോ നോക്കാം. അല്ല ഇനി എങ്ങോട്ടാ പോണ്ടേ? നമ്മള് വണ്ടി നിർത്തി എടുത്തോട്ട് നമ്മളിതുവരെ വന്നിട്ട് ഇതിൽ തന്നെ കിടപ്പുള്ളൂ. ഒരു ദിവസം കടന്നാൽ ഇതിൽ തന്നെ കിടപ്പുള്ളൂ. നാളെ ഇത് തന്നെ വരുള്ളൂ. നാളെ ഇതിൽ തന്നെ വരും. മറ്റേ അപ്പുറം അലാറടിച്ചോണ്ട് ഇനി അതിലെ പോകൂലല്ലേ? ഞാൻ വഴി വരൂല. അപ്പൊ നാളെ എന്നാ നിങ്ങൾ ഇത് വെള്ളം ഇത് ആന കളിക്കാ? ആന പിന്നെ ഇറങ്ങിയില്ലേ? വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. അപ്പൊ അലഞ്ഞു കിട്ടും. ഇത് ഇപ്പൊ സമയം എന്ന് പറയുന്നത് 2:30-3 മണി ആറായിട്ടോ. നമ്മൾ ഇന്നത്തെ രാത്രി മുഴുവനും നമ്മൾ ഈ പ്രദേശത്തോടെ തന്നെ നമ്മൾ വള്ളുവാടി അടക്കനാട് ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഉറക്കൊളച്ചെന്നെ ഇരിക്കുമായിരുന്നു. രാത്രിയിലത്തെ ഇവരുടെ ഒരവസ്ഥ, അതായത് ആന വരുമ്പോൾ ഇവർ എത്ര കഷ്ടപ്പെട്ടാണ് ആനയെ ഓടിക്കുന്നതൊക്കെ നമ്മൾ കാണിക്കണം എന്നുണ്ടായിരുന്നു. അതിനാണ് നമ്മൾ ഇത്രയും ഉറക്കൊളച്ച് തരുന്നത്. പക്ഷെ 3 മണിയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, 2:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്ന് ആന വരികയില്ലെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പെട്ടെന്നാണ് വിളി വന്നത്. നമ്മൾ വാങ്ങിങ്ങ് പോകുന്നു കേട്ടോ. ചേട്ടാ ഇപ്പൊ ആന അങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോയില്ലേ? അത് നേരെ തോരമംഗലത്തേക്ക് കല്ലൂരെത്തും. കല്ലൂർക്കാ പോകുന്നേ? കല്ലൂർ കുന്നില്ലെങ്കിൽ തോരമംഗലത്ത്. ഇവിടെ നടന്നില്ലെങ്കിൽ നേരെ അങ്ങോട്ട് പോകും അല്ലേ? അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഇറക്കുന്നു. ആണല്ലേ? ഇറങ്ങും. ഇത് സ്ഥിരം നിങ്ങൾക്ക് ഇതിന്റെ റൂട്ട് അറിയാലോ അല്ലേ? റൂട്ടറിയാം. എല്ലാ ദിവസവും ഇപ്പൊ ബാച്ചർമാർ ചിലപ്പോൾ പോയാൽ ബാച്ചർമാർ അവിടെ വിളിച്ചു പറഞ്ഞാൽ അവിടെ ആളുണ്ടാവും. അല്ലേ? ആ സംഭവം, ആ ഒരു സെൻസർ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സംഭവം എല്ലായിടത്തും വർക്കിംഗ് അല്ലേ? അല്ല നിങ്ങൾക്ക് ഉപകാരമുണ്ടല്ലേ? നല്ല ഉപകാരമുണ്ട്. അതുകൊണ്ട് ഉപകാരമുള്ള പല സ്ഥലത്തും ഇറങ്ങുവാണെങ്കിൽ പല സ്ഥലത്തും കൊണ്ടേ വെക്കുവാണെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കി കിട്ടൂലേ? രാത്രി നിങ്ങളെ ഉറക്കം പോയി, ഞങ്ങളുടെയും പോയി. നിങ്ങളെ ഇന്നൊന്നിലാണ് തുടങ്ങിയത് നമ്മള്. ഇതിപ്പോ എത്ര പടക്കം പൊട്ടിച്ചു നിങ്ങള്? ഒരു പടക്കം പൊട്ടിച്ചു. ആണല്ലേ? ഒന്ന് ചെറുതാ, ഓലപ്പടക്കം. ആണല്ലേ? നമ്മളിപ്പോ ഒരു വക സാഹസിക ജീവിതം അല്ലേ? പിന്നെ എത്ര വർഷമായി തുടങ്ങിയിട്ടെന്നറിയോ? ഇത് നമുക്കൊരു ബുദ്ധിയില്ല. ഇനി കൃഷിയൊന്നും കിട്ടിയാൽ മതി. നെൽകൃഷിക്കാണ് ആദ്യം നോക്കുന്നത്. അതെടുക്കാനാണല്ലോ അതാണ്. കവുങ്ങ് മറിച്ചിട്ടുണ്ടല്ലോ. അത് പെൻസിങ്ങുള്ളതുകൊണ്ടേ. പെൻസിങ്ങിന് മുകളിൽ നെല്ല് കിട്ടാത്തോണ്ട് കവുങ്ങ് മറിച്ചില്ല. കഴുങ്ങ് മറിച്ച് നെല്ല് തിന്നാണെങ്കിൽ കഴുങ്ങ് മറിക്കില്ല. ആണല്ലേ? അതാണ് അലാറം അടിക്കുന്നുട്ടോ. എടാ മിണ്ടായിരുന്നു അന്ന് കേൾപ്പിക്കാൻ പറ്റും നോക്കട്ടെ. അലാറം അടിക്കുന്നുണ്ട് കേട്ടോ. ടോർച്ചടിക്ക് ചേട്ടാ, മാൻ ഈ പരിസരത്തും പാടെ പോയിക്കോളും. മാന്റെ വലിയ കൂട്ടാണ്. കേട്ടോ. എന്റെ അമ്മ എത്ര ഇത് വയലിറങ്ങി ഒന്നും ഉണ്ടാവില്ല.
ഇതിന് ശരിക്കും നല്ല നല്ല തൻ്റെ എനിക്ക് അങ്ങോട്ട് അടിക്കും ലൈറ്റ് അടിക്കും. വടിയില്ല ആ റോട്ട് പോയിക്കാം അക്കരെ അക്കരെ പോയി എന്നിട്ട് ഇത് ഓട്ടിച്ച് കയറ്റി ഞാൻ അടിച്ചു കൊല്ല. അവിടെ ക്യാമറ ആണോ? അങ്ങോട്ടടിക്കും കൂട്ടത്തിൻ്റെ അങ്ങോട്ടടിക്കും. കൂട്ടത്തിൽ വലിയ കൂട്ടാ പേടി വരില്ല ഉണ്ടതാ. ഒന്ന് ചൂടുന്നുണ്ടോ? കണ്ണ് മാത്രം കാണാം അല്ലേ? മുട്ടിന് താഴ്ന്ന ഒത്തിരി താഴ്ചയുള്ള പരുവാത് അനക്ക് മാങ്ങകളാട്ടോ. ഇതൊക്കെ ഇവരുടെ പറമ്പില് വയലിലൊക്കെ ഇറങ്ങി നെല്ലും കാര്യങ്ങളൊക്കെ ഡിവൈസ് അടിച്ചു കഴിഞ്ഞപ്പോൾ മാനുകളെല്ലാം കൂടെ കൂട്ടത്തോടെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന കാഴ്ചയായിട്ട് കാണാൻ. നൂറുകണക്കിന് മാനുകൾ, നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് എല്ലായിടത്തും ഉണ്ടാവും. കണ്ണുകൾ മാത്രം അതാണ് അലാറം അടിക്കുന്നത് അല്ലേ? സെൻസർ അടിക്കുന്നത്. നൂറുകണക്കിന് എന്റെ അമ്മ നോക്ക്, ട്രെയിൻ പോലെ, ശരിക്കും ട്രെയിൻ പോലെ. എന്തായാലും നോക്കി ട്രെയിൻ പോലെ എത്ര എണ്ണ നോക്കി. അമ്പ കാണണ്ട കാഴ്ച അല്ലേ? എത്ര ഏക്കറല്ലേ ഒഴിവാക്കി പുല്ലിന്ന് അവിടെ എന്താ വീണ്ടും മാന? ആ സൗണ്ട് കേൾക്കാണ്ട് ഇങ്ങനെ വെക്കുന്ന ചിലപ്പോ ഇവര് പോവാൻ നോക്കുന്നുണ്ടാവും ഒച്ച കേട്ടിട്ട്. സൗണ്ട് കേട്ടിട്ടാണ് ഞാനിങ്ങനെ എല്ലാരും അടിക്കുന്നുണ്ട് കേട്ടോ. കണ്ട അച്ഛന്മാര് തന്നെ ലൈറ്റ് തീ മാത്രം ഉണ്ടല്ലോ. നമുക്ക് പോയി കേൾക്കണം. അവരൊന്നില്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടുമല്ലോ പോയാണ് പോയി. വീട്ടുകാർക്കും പിന്നെ ആനയും ഭാഗത്തേക്ക് വരില്ലല്ലോ അല്ലേ? ആനാൻ പറ്റാ പരിചയപ്പെട്ട പേര്. അപ്പം അങ്ങനെ നമ്മൾ ഒരു രാത്രി മുഴുവനും നമ്മൾ ഈ ഒരു വടക്കനാട് വള്ളുവാടി പ്രദേശങ്ങളിൽ തന്നെയായിരുന്നു. ജിഷോയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആനയെ ഓടിക്കുന്ന സംഭവം നേരിട്ടുണ്ടല്ലേ? ബുദ്ധിമുട്ട് കാണുമ്പോഴാണ് മനസ്സിലാകുന്നല്ലേ? പിന്നെ തീർച്ചയായിട്ടും. നിന്റെ പേര് വിട്ടു? ശ്രീദേവ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഉണ്ടായിരുന്നു ഈ രാത്രിയിൽ. നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി. അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി അവസാനം ഞങ്ങൾ ഒരെണ്ണം കിട്ടി, ലൈവ് കിട്ടി. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. കർഷകരുടെ കാര്യം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ്. ഇനിയിപ്പോൾ ഡിവൈസിൻ്റെ ക്യാമറ ബാക്കപ്പ് ഒക്കെ നോക്കണം അല്ലേ? ആന വല്ലതും അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നല്ലേ? പല സ്ഥലങ്ങളിൽ വെച്ചേക്കുന്നുള്ളൂ അല്ലേ? അതെ. അപ്പോൾ ഏതായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിന്നിവിടെ വന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയത്. റോട്ടറി ക്ലബ്ബും അതുപോലെ തന്നെ REC കോളേജും അതുപോലെ തന്നെ പോൾ മാത്യൂസ് എന്ന് പറഞ്ഞ ഒരു സാറും കൂടെ ആണ് ഈ ഒരു സംഭവമൊക്കെ സ്പോൺസർ ചെയ്ത് അവിടെ ആളുകളുടെ പ്രശ്നം, കർഷകർക്ക് ഈ വന്യമൃഗ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് കുറച്ചെങ്കിലും ഒരു ശമനം വരുത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത പാർവതിയമ്മയുടെയും മറ്റ് വീഡിയോകളൊക്കെ ഇതിൻ്റെ ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇവിടുത്തെ പ്രശ്നം വളരെ രൂക്ഷമാണെന്ന് അവർ മനസ്സിലാക്കിയതും ഇവിടെ ഇങ്ങനെ ചെയ്തതും ഒക്കെ. ഏതായാലും വളരെ ഉപകാരമായി. നമ്മളിന്ന് അതുകൊണ്ട് തന്നെ രാത്രി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഉറക്കമുളച്ച് ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി. എനിക്ക് ഏറ്റവും ഇതിൻ്റെ അകത്ത് സ്ട്രൈക്ക് ചെയ്ത 2 സംഭവം എന്ന് പറഞ്ഞാൽ അതിലൊരെണ്ണം ആ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ ഒറ്റയ്ക്ക് രാത്രി അവിടെ ഒരു ഷെഡിൽ കിടന്ന് ഉറങ്ങി അവരുടെ നെല്ലിന് കാവൽ കിടക്കുന്ന ഒരു രംഗമായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും കേട്ടോ. അവർ അവിടെ കിടക്കുന്നുണ്ട്, അതുപോലെ തണുപ്പുള്ള ഒരു പ്രദേശത്ത് അവരൊറ്റയ്ക്ക് ഒരു സേഫ്റ്റി ഇല്ലാതെ കിടക്കുന്ന നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പാമ്പ് അഴിഞ്ഞ് അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു അവർ അവരുടെ നെല്ല് സംരക്ഷിക്കാനായിട്ട് വന്ന് നിന്നിരുന്നത്. അതുപോലെ തന്നെ ജയമണിച്ചാറിൻ്റെ പറമ്പിൽ ആന ഇറങ്ങിയപ്പോൾ നമ്മളെ വിളിക്കുകയും ചെയ്തു, നമ്മളങ്ങോട്ട് ചെല്ലുകയും ചെയ്തു. ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ ആനയെ കാണുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ നമ്മൾ നേരിട്ട് ഒക്കെ കണ്ടു. രാത്രിയായിരുന്നു. അപ്പോൾ ആനയെ ഓടിക്കുന്ന ഒരു ഭീകര രംഗവും നമ്മൾ അതിൻ്റെ അകത്ത് കാണുകയുണ്ടായി. അപ്പം ഇങ്ങനെയാണ് ഈ പ്രദേശത്തുള്ള കർഷകരുടെ ഒരു അവസ്ഥ കേട്ടോ. 10-15 വർഷമായിട്ട് ഈ ആളുകളൊക്കെ ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പകുതി പേർക്കും രാത്രി ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും ഇത് നമ്മൾ രാത്രി കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു ഡിവൈസ് കൊണ്ട് ആളുകളുടെ വന്യജീവി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.